നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ എഴുതുന്ന കുട്ടികൾ ചിലപ്പം ഒരു പരിധിവരെ ഇനി ദിവസങ്ങളുണ്ട്. കുറേ ഇപ്പം നവംബർ പകുതിയായി, ഇനി ഡിസംബർ ഉണ്ട്, ജനുവരി ഉണ്ട്, ഫെബ്രുവരി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഡേറ്റ് ഫൈൻ ഇല്ലാതെ അടയ്ക്കേണ്ടത് 18-ാം തീയതിയാണ്. അതൊന്നുകൂടെ ഓർമ്മിക്കുന്നത്. നവംബർ 18 ഫൈനോടുകൂടിയൊക്കെ അടയ്ക്കേണ്ടത് പിന്നെ 23, 26 ഒക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ പോകാതിരിക്കുക. ഇപ്പോഴും പലരും ആപ്ലിക്കേഷൻ ഡേറ്റ് ഒന്നും ഫില്ല് ചെയ്തിട്ടില്ല. തിങ്കളാഴ്ച തന്നെ ഫില്ല് ചെയ്യുക. 18-ാം തീയതി തന്നെ ഫൈനൊന്നും ഇല്ലാതെ അടയ്ക്കുക. അതിനോടൊപ്പം മറ്റൊരു കാര്യം പറയുന്നത്, നമ്മുടെ ഓൺലൈൻ ബാച്ചസ് എല്ലാ ആഴ്ചയും 3 ബാച്ചസ് വീതമുണ്ട്. നിങ്ങൾക്ക് ചേരേണ്ടവർക്കെല്ലാം ചേരാം. അന്നേരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സേ എഴുതുന്ന കുട്ടികളിൽ എപ്പോഴും തോൽവി വീണ്ടും വീണ്ടും വരാനുള്ള ചാൻസ് നല്ല ക്ലാസ്സുകൾ കിട്ടാത്തതും ലാസ്റ്റ് നിമിഷമുള്ള പഠിത്തവുമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കേരളത്തിൽ സേക്ക് വീണ്ടും റിപ്പീറ്റായിട്ട് സേ അടിക്കാനുള്ള കാരണം. അത് ഈ കേൾക്കുന്ന കുട്ടികൾക്ക് വ്യക്തമായിട്ടറിയാം. ഇത് നിങ്ങളുടെ കുറ്റമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും പറയത്തില്ല. ചിലപ്പോൾ നല്ല ക്ലാസ്സുകൾ, ഞാൻ പറയാം നല്ല ക്ലാസ് പറഞ്ഞാൽ ഷോർട്ടായിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ വീഡിയോ ക്ലാസ്സസും സിമ്പിളായിട്ടുള്ള നോട്ട്സും ഉണ്ടെങ്കിൽ ഏത് കുട്ടിയും പഠിച്ചു പോകും. അങ്ങനെയുള്ള ക്ലാസ്സുകൾ കേട്ടാൽ മാത്രമേ നിങ്ങൾ ജയിക്കത്തുള്ളൂ. അത് ഏത് സബ്ജക്റ്റ് എടുത്തോ, നിങ്ങൾ സയൻസ് സ്ട്രീമിലെടുത്തോ, ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ബോട്ടണിയോ സുവോളജിയോ ഇംഗ്ലീഷോ, മറ്റേതിനകത്ത് അക്കൗണ്ടൻസിയോ ബിസിനസ് സ്റ്റഡീസോ, മറ്റേതിനകത്ത് എക്കണോമിക്സോ, ഏത് സ്ട്രീം എടുത്താലും നല്ല സിമ്പിൾ ക്ലാസ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഭാഗത്തുള്ള ക്ലാസ് പഠിച്ചാൽ ഒരു 5 മണിക്കൂർ 6 മണിക്കൂറിക്കുള്ളിൽ ഒരിക്കലും ലെങ്ത് കാണരുത്. മൊത്തത്തിൽ ഒരു ക്ലാസ്സിൻ്റെ അല്ല, മൊത്തത്തിൽ ഒരു സബ്ജക്റ്റിൻ്റെ ലെങ്ത് 6 മണിക്കൂറിക്കുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 1/2 മണിക്കൂർ വെച്ച് പഠിച്ചാൽ നിങ്ങൾ ഡബിൾ പാസ് അല്ല, അതിൻ്റെ കാട്ടിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നുള്ള സംശയം വേണ്ട. മിനിമം ഡബിൾ പാസ് മാർക്ക്, അതായത് 36 മാർക്ക് മിനിമം സ്കോർ ചെയ്യും. ഇപ്പം നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സേലെ കുട്ടികളൊക്കെ ഒരു 99% മാർക്ക്, നല്ല മാർക്ക് മേടിക്കുള്ള കാരണം അവർക്ക് നമ്മൾ നല്ല ക്ലാസ് പ്രൊവൈഡ് ചെയ്തു, എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തു, അവർ നന്നായിട്ട് പഠിക്കുകയും ചെയ്തു. അതിനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അന്നേരം നിങ്ങൾ ടെൻഷൻ എടുക്കരുത്. ഇപ്പം പഠിച്ചാൽ ജയിക്കുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പഠിക്കണം. ഇപ്പം മുതൽ പഠിച്ച് തുടങ്ങിയില്ലെങ്കിൽ നമുക്ക് പണി പാളിക്കഴിഞ്ഞാൽ പിന്നെ 2025 മാർച്ചിലെ പരീക്ഷയ്ക്ക് ശേഷം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് വരുത്തുന്ന മാറ്റങ്ങൾ ചിലപ്പോൾ ഭയങ്കരമായിരിക്കും. ചിലപ്പം സേ പരീക്ഷ നിർത്തലാക്കാം. അന്നേരം അതുകൊണ്ടൊക്കെ നിങ്ങൾ എന്ത് മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. ഇപ്പം ഈ ഗവൺമെന്റിൽ നിന്ന് എന്ത് മാറ്റങ്ങളും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ആപ്ലിക്കേഷൻ ഡേറ്റ് കൃത്യമായിട്ടൊക്കെ ഓൺലൈൻ ക്ലാസ്സിന് നിങ്ങൾക്ക് ചേരേണ്ടവർക്കെല്ലാം നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, നിങ്ങൾ +2 സേ സബ്ജക്റ്റുകൾ കൃത്യമായിട്ട് കൊടുക്കുക. അടുത്ത ബാച്ച് തിങ്കളാഴ്ച 18-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, 20-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, 22-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ 3 ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അന്നേരം എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്ന ഒരു കുട്ടി പോലും തോൽക്കാൻ യാതൊരു ചാൻസും ഇല്ല. പ്രത്യേകിച്ച് കേൾക്കേണ്ടത്, പറയുന്നത് പോലെ പഠിക്കുക മാത്രം ചെയ്താൽ മതി. സിമ്പിളായിട്ടുള്ള നോട്ട്സും വീഡിയോ ക്ലാസ്സും എല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അന്നേരം ജോയിൻ ചെയ്യേണ്ടവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നെവർ എവർ ഗിവ് അപ്പ്.